മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കേസൊക്കെ ജയിച്ചു വന്ന കണ്ണനോടും മഹാലക്ഷ്മിയോടും വീട്ടിലെ എല്ലാവരും പോരെടുക്കുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും കണക്കിന് തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത്. മഞ്ജു ഇങ്ങനെ ചാടിക്കേറി ഓരോന്നും സംസാരിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇതുപോലെ മഹാലക്ഷ്മിയെ രാത്രി ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയപ്പം രക്ഷിച്ച വ്യക്തിയാണ് ഈ പറയുന്ന മാർക്കോ. അപ്പം മാർക്കോയെ രക്ഷിക്കേണ്ട കടമ തങ്ങൾക്കുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് മഞ്ജു തിരിച്ചു പറയുന്നുണ്ട്, മിക്കവാറും മഹാലക്ഷ്മി അയാളോടൊപ്പം ഇറങ്ങിപ്പോയതായിരിക്കും. അതിൻ്റെ പേര് ചുമ്മാ കള്ളക്കഥ മെനയുക, ഗുണ്ടകൾ എന്നൊക്കെ പറയുന്നത് ചുമ്മാതാന്നൊക്കെ പറയുന്ന സമയത്ത് മഹാലക്ഷ്മിക്ക് ഒരുപാട് ദേഷ്യമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ വിളിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ഒരു പുരുഷൻ്റെ കൂടെയാണ് നീ ഇപ്പം ജീവിക്കുന്നതെന്ന് പറയുന്നത് കേട്ടിട്ട് മഞ്ജുവിന് പിന്നെയും ദേഷ്യം കൂടുന്നുണ്ട്. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, വിവാഹത്തിന് മുമ്പ് ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കാൻ വേണ്ടിയിട്ട് മേഘേട്ടൻ ഇവരുടെ പിന്നാലെ നടന്നതാണെന്നും ഇവരങ്ങനെ മേഘേട്ടനെ തല്ലിയിട്ടുണ്ടെന്നൊക്കെ ഇല്ലാ കഥയൊക്കെ മെനഞ്ഞ് പറഞ്ഞു നോക്കി. എന്നിട്ടും കല്യാണം നടന്നതിൻ്റെ പേര് എന്തെങ്കിലുമൊക്കെ അപവാദം പറഞ്ഞുണ്ടാക്കുക. മിക്കവാറും ഇവരായിരിക്കും മേഘേട്ടൻ്റെ പിന്നാലെ നടന്നത്. മേഘേട്ടൻ പിറകെ ചെല്ലുന്നില്ലെന്ന് കണ്ടിട്ട് ഞങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടിയിട്ട് ഓരോ അനാവശ്യം പറയുന്നത് കേട്ടിട്ട് കണ്ണൻ പറയുന്നുണ്ട്, മതി നിർത്ത്, എൻ്റെ ഭാര്യയെപ്പറ്റി നീ എനിക്ക് പറഞ്ഞു തരണ്ട, എനിക്ക് മഹിയെ നന്നായിട്ട് അറിയാമെന്നൊക്കെ ഉള്ള രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്. നേരം മഞ്ജു പറയുന്നുണ്ട്, ഏറ്റവും വലിയൊരു വിഷയത്തെയാണ് കണ്ണേട്ട എടുത്ത് കഴുത്തേ ചുറ്റിയേക്കുന്നത്. ഈ പറയുന്ന മാർക്കോയ്ക്കൊപ്പം മഹാലക്ഷ്മി പോയതാണെന്ന് മഞ്ജു പറഞ്ഞത് കരുണയും സപ്പോർട്ട് ചെയ്ത് ഓരോന്നൊക്കെ സംസാരിക്കുന്നു. അത് കേട്ടിട്ട് ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒന്നും സമ്മതം കൂടാതെ നീ നിൻ്റെ മുറച്ചെറുക്കനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള വാശിക്ക് ഇഷ്ടത്തിന് കല്യാണം കഴിച്ചിട്ടുണ്ട്. നീ ഇനി ജീവിക്കേണ്ടത് അവിടെയാണ്. ഇവിടെ നീ വഴക്കിന് വേണ്ടിയിട്ട് വന്നയാണോ എന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട്, മേഘേട്ടനാ പറഞ്ഞത് ഇതുപോലെ എൻ്റെ അമ്മായി അച്ഛനെയും എൻ്റെ ഏട്ടത്തിയുടെ അച്ഛനെയും തല്ലി ശരിയാക്കിയ മാർക്കോയെ നിങ്ങൾ രക്ഷപ്പെടുത്തി എന്താണെന്നൊന്ന് പോയി ചോദിച്ചിട്ട് വന്നേക്കാൻ ചേട്ടൻ പറഞ്ഞതിൻ്റെ പേര് മാത്രം വന്നതാണെന്ന് പറഞ്ഞ് ദേഷ്യത്തിനങ്ങ് പോകുന്നു. അന്നേരം ദുർഗാമ്മയൊക്കെ പറയുന്നുണ്ട്, മോളെ പിന്നെ പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ മഞ്ജു അങ്ങ് പോകുന്നുണ്ട്. ശേഷം കണ്ണ ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്, ഈ വീട് ശരിക്കും നിങ്ങളുടെ പേരിലായിരുന്നെങ്കിൽ ഞങ്ങളെ ഇതുപോലെ ഇവിടെ സമാധാനത്തിൽ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? ഞങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണമെങ്കിലും നിങ്ങൾ തരുമോ? അതൊക്കെ മറക്കരുത്. ഈ വീട് എൻ്റെ പേരിലാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. എനിക്ക് സമാധാനത്തിൽ ജീവിക്കണം. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും സമാധാനം കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ ആ സമാധാനം കിട്ടാൻ നിങ്ങളാണൊരു ശല്യമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇവിടുന്ന് ഇറക്കുന്നതിന് ഞാൻ വേണ്ട മാർഗം എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണനും മഹാലക്ഷ്മി അങ്ങ് റൂമിലേക്ക് പോന്നു. അത് കേട്ടതും കരുണയ്ക്ക് കലി അടക്കാനാകുന്നില്ല. എന്നിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ണിയോട്, ഇപ്പോൾ ഒന്നും പറയാനില്ലേ? ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം അമ്മയും മോനെയും അടിച്ചിറക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മറുത്തൊന്നും പറയാൻ പറ്റത്തില്ല. ഈ വീട് നിങ്ങളുടെ പേരിനല്ല എന്നുള്ള കാര്യം എൻ്റെ ബന്ധുക്കൾക്ക് ചിലർക്ക് അറിയത്തില്ല. അവരോടൊന്നും ഞാൻ തുറന്നു പറഞ്ഞിട്ടുമില്ല. സ്വന്തമായ ഒരു വീട് പോലും ഇല്ലാത്ത ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാ. എന്തായാലും ഇതൊരു വല്ലാത്ത ചതിയായി പോയെന്നും പറഞ്ഞുകൊണ്ട് കരുണ ദേഷ്യത്തെ റൂമിലേക്ക് പോകുന്നു. അത് കേട്ട് ദുർഗാമ്മ പറയുന്നുണ്ട്, മോളേന്ന് വിളിക്കുന്നെങ്കിലും കരുണ എവിടെ കേൾക്കാൻ. കരുണ എങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. ഉണ്ണിക്ക് ആകെ വിഷമമായി ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നു. അതേസമയം മേഘൻ്റെ അമ്മ ഫോണിലൂടെ ഓരോ ചെറുക്കന്മാരുടെ ഫോട്ടോസ് ഇങ്ങനെ നീക്കി നോക്കുന്നു. സ്വാതിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പയ്യനെ തിരക്കുവാണ് അവർ. ആ സമയത്ത് സ്വാതി ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരുന്നു. സ്വാതിയോട് പറയുന്നുണ്ട്, മോളെ ഇങ്ങ് വന്നിരി, നിനക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യുക, നിനക്ക് വേണ്ടിയിട്ടൊരു പയ്യനെ ഞാൻ നോക്കുവാണെന്ന് പറയുന്ന സമയത്ത് സ്വാതി പറയുന്നു, അമ്മ എനിക്കിപ്പോഴും കല്യാണം വേണ്ട, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി. മുറപ്പെണ്ണിനെ കല്യാണം കഴിച്ച എൻ്റെ ചേട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ? എല്ലാ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞിട്ടും കല്യാണം കഴിച്ചതിന് ശേഷം എന്തൊരു വഴക്കാ രണ്ടുപേരും. ആ സ്ഥാനത്ത് ഒരു പരിചയം പോലും ഇല്ലാത്ത വീട്ടിലേക്ക് ഞാൻ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തുമായിരിക്കും? മാത്രമല്ല സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ തെറ്റാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും നല്ല സ്ത്രീധനം കൊടുത്തെങ്കിൽ മാത്രമേ നല്ല പയ്യനെ കല്യാണം കഴിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന സമയത്ത് മേഘൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാകുന്നു. കാരണം അവർക്കധികം സ്ത്രീധനം കൊടുക്കാൻ കയ്യിലില്ലെന്നുള്ളൊരു വിഷമമുണ്ട്. ആ സമയത്താണ് ഓട്ടോയിൽ നിന്ന് മഞ്ജു വന്നിറങ്ങുന്നത്. അതേസമയം മേഘൻ്റെ അമ്മ പറയുന്നു, വീട്ടിൽ പോയിട്ടുള്ള വരവാ, എന്തൊക്കെയോ വാരിക്കൂട്ടിക്കൊണ്ട് വരുവാന്ന് തോന്നുന്നു എന്ന് കളിയാക്കി പറയുന്നുണ്ട് സാദിയോടെ. അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന മഞ്ജുവിനോട് മേഘൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, വീട്ടിൽ പോയിട്ട് എന്തായി കാര്യം? അവരോട് ചോദിച്ചിരുന്നോ ആമേട്ടനെയും പ്രതാപനെയും തല്ലിയവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തിനു പോയെന്നൊക്കെ ചോദിച്ചോന്ന് ചോദിക്കുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് പറയാനാവുന്നത് മുന്നും പിന്നും നോക്കാതെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ലിമിറ്റിൽ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം മേഘേട്ടനും അച്ഛനും കരുണയുടെ അച്ഛനും ഒക്കെ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുകയാണെന്നുള്ള കാര്യം അറിയാം. മാത്രമല്ല അവർ പറയുന്നത്
മേഘേട്ടൻ ആൾ ശരിയല്ല, പല പെൺകുട്ടികളുടെയും പിറകെ നടന്ന ആളാണ് മേഘൻ എന്നൊക്കെയാണ് പറയുന്നത്. അത് കേട്ട് മേഘൻ്റെ അമ്മയ്ക്ക് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അവളായിരിക്കും പല ആണുങ്ങളുടെയും പിറകെ നടന്നിട്ടുള്ളത്. എൻ്റെ മോൻ്റെ പിന്നാലെ നടന്നിട്ട് അവൻ മൈൻഡ് ചെയ്യാൻ ദേഷ്യത്തിനായിരിക്കും അവളിങ്ങനെ പറയുന്നതെന്ന് പറയുന്നു. മാത്രമല്ല അവൾ പിടിമുറുക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പം ദുർഗയെ വിളിച്ചപ്പം പോലും എനിക്കറിയാൻ പറ്റിയത്. അവൾ ഉള്ളിടത്തോളം കാലം ഒരു കാര്യങ്ങളും നടക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറയുന്ന അതേ സമയത്ത് തന്നെ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ വരുന്നുണ്ട്. മേഘനും മാനസയും ഭയങ്കര സന്തോഷത്തിൽ നിന്ന് എടുത്ത സെൽഫിയാണത്. അത് കണ്ട് മഞ്ജുവിന് ആകെ ഷോക്കായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നു. ഇതിനെ ചൊല്ലി ഇനി മേഘനുമായിട്ട് പോരടിക്കാൻ നിൽക്കുന്ന മഞ്ജുവിനെയും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.